ഇത്രയും അധികം ആളുകളെ, കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയൊരു ജനാവലിയെ കൊന്നു തള്ളിയ ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താണ്? സ്വാഭാവികമായും എത്രയോ ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്ന പല നാടുകളിലുള്ള ആളുകൾ, അതാത് നാടുകളിലെ പൗരന്മാർ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളിലെ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖല മൊത്തത്തിൽ സംഘർഷത്തിലേക്ക്, പഴയ നമ്മളിപ്പം ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിൻ്റെയോ ഒക്കെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു അങ്ങേയറ്റം ഭയം ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. തങ്ങൾ എത്രത്തോളം ആളുകളെ കൊന്നൊടുക്കുന്നു, തങ്ങൾ എത്രത്തോളം അതിർത്തികളിലേക്ക് ഈ ആളുകളെ, അഭയാർത്ഥികളെ പുഷ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഇസ്രായേൽ എന്ന രാജ്യം ഗ്രേറ്റർ ഇസ്രായേലായി മാറുകയാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. സമ്പൂർണ്ണമായി ഗാസയിലെ മുഴുവൻ പലസ്തീനികളെയും കൊന്നൊടുക്കി ആ സ്ഥലം തങ്ങളുടെ സ്വന്തം സ്ഥലമാക്കുകയും അങ്ങനെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സിനായിലേക്കും അത് കഴിഞ്ഞിട്ടുള്ള കടൽപാതയിലേക്കും നീണ്ടു കിടക്കുന്ന ഒരു ഇസ്രായേൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന ഒരുപക്ഷെ നമ്മൾ ഇവിടെ കേരളത്തിൽ പല ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകളെ അവർ ഈജിപ്തിൻ്റെ അതിർത്തിയിലേക്ക് തള്ളി അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. അറബി ഭാഷ സംസാരിക്കാൻ കഴിവുള്ള ISISലെ ആളുകളെ ഹയർ ചെയ്ത് ഗാസയിൽ കൊണ്ടുവന്നിട്ട് അറബി സംസാരിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ വംശഹത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ISISനെ പോലും ഇസ്രായേൽ ഹയർ ചെയ്തതായിട്ട് വരെ റിപ്പോർട്ടുകളുണ്ട്. രക്തസ്നാനം എന്ന് പറയുന്നത് മനുഷ്യ രക്തത്തിലുള്ള കുളിയാണ്. അതിൽ കുളിച്ച് കയറുക, ആ കുളിച്ച് കയറിയിട്ട് അത് മതിയാകാതെ വീണ്ടും കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകര രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇറാന് നേരെ ആക്രമണം നടത്തുന്നതും ഇതേ സങ്കല്പത്തോടു കൂടിയാണ്. ഇറാനും ഒരു നിസ്സഹായ ജനതയാണ്, അവരെയും ഇല്ലാതാക്കാൻ കഴിയും എന്ന ധാരണയിലാണ്. നാസത്തെക്കുറിച്ചും പാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിനേക്കാളും ഒക്കെ എത്രയോ ഇരട്ടി ഉള്ള മാനുഷികതയിൽ, മനുഷ്യത്വത്തിൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഈ നീക്കത്തിന് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി അത് ഇസ്രായേലിൽ അവസാനിക്കില്ല. നാം പറയുന്ന ലോകക്രമത്തിലേക്ക് തന്നെ വരുന്ന ഒരു തിരിച്ചടിയായി അത് വളരാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പം ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്, യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ്. ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ഹത്യയുടെ ഒരു ഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. കാരണം ഇറാൻ മാത്രമാണ് വാസ്തവത്തിൽ ആ മേഖലയിൽ നിന്ന് പലസ്തീനികൾക്കൊപ്പം നിന്നത് പല നിലയ്ക്കും, ഹമാസിനെ പിന്തുണച്ചുകൊണ്ടും എല്ലാം. മറ്റ് എല്ലാ അയൽ രാജ്യങ്ങളും, അറബ് മുസ്ലിം രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെല്ലാം, അതിൽ ഒരു പക്ഷേ നമുക്ക് അല്പം ഒരു എക്സെപ്ഷൻ എന്ന് പറയാവുന്നത് ഖത്തർ മാത്രമാണ്. ഖത്തറാണ് പലസ്തീനികളോട് ഒരു അനുഭാവ നിലപാടെടുക്കുകയും ചില നെഗോസിയേഷൻസിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെയും കാര്യമായ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാൻ ഈജിപ്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. സാധാരണഗതിയിൽ നമുക്കറിയാം, പലസ്തീനികളുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ വലിയ അഭയാർത്ഥി ക്യാമ്പുകൾ തുടക്കകാലം മുതലേ, ആദ്യത്തെ നക്ബ മുതലേ ഉണ്ടാകുന്ന ഒരു സ്ഥലം ഈജിപ്റ്റാണ്. കാരണം ഈജിപ്റ്റുമായിട്ടാണ്, ഇപ്പോൾ ഗാസ പോലെ ഒരു സ്ഥലം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗാസയ്ക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത അതിർത്തി എന്ന് പറയുന്നത് റഫ, അത് ഈജിപ്തിൻ്റെ അതിർത്തിയാണ്. പക്ഷേ ഈജിപ്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അവിടെയുള്ള ആരും തന്നെയും പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അവിടുത്തെ പത്രമാധ്യമങ്ങൾ അതിൽ നിശബ്ദത പാലിക്കുന്നുണ്ട്. അപ്പോൾ ഈജിപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, വലിയ തോതിൽ ഇത്തരം കാര്യങ്ങളിൽ പ്രക്ഷോഭങ്ങളൊക്കെ നടന്ന പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. ഇന്നത്തെ അവിടുത്തെ ജനസംഖ്യയുടെ ഒരു ചെറിയ ഭാഗമെന്നോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ പഴയ പലസ്തീൻ അഭയാർത്ഥികളും അവരുടെ
അടുത്ത തലമുറയും അതിനടുത്ത തലമുറയുമാണ്. അപ്പോൾ അറബ് ലോകം പൊതുവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അറബ്, ഗൾഫ്, ഇസ്ലാമിക ലോകം എന്ന് നമ്മൾ വിളിക്കുന്ന ആ രാജ്യങ്ങൾ പൊതുവിൽ പലസ്തീൻ പ്രശ്നത്തിൽ ഒരു കുറ്റകരമായ മൗനം പാലിച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് അതിനോട് പലസ്തീനികൾക്ക് അനുകൂലമായ ഒരു സമീപനം എടുക്കുകയും ഹമാസിനെ പോലെയുള്ള ഒരു സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത് ഇറാനാണ്. അപ്പം ഇത് തന്നെയാണ് ഇറാനെ ഒരു വില്ലനാക്കാൻ ഉള്ള ഒരവസരമായി ഇസ്രായേൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിൽ മറ്റൊരു വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ സ്വയം വിളിക്കുന്നത് ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അവർ സ്വന്തമായിട്ട് അവരെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഞങ്ങളൊരു പ്രതിരോധത്തിൻ്റെ, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കുന്ന ഒരു ആക്സസ് ആണ് എന്നുള്ളതാണ് അവരുടെ രാജ്യത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതേസമയം സൗദി ഉൾപ്പെടെയുള്ള, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള, UAE ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഇറാനെ വിശേഷിപ്പിക്കുന്നത് ആക്സസ് ഓഫ് ഈവിൾ എന്നാണ്. കാരണം ആ മേഖലയിൽ നടക്കുന്ന എല്ലാതരം അട്ടിമറി പ്രവർത്തനങ്ങളുടെയും കലാപങ്ങളുടെയും മറ്റു തരപ്പോൾ യമനിലെ ഹൂത്തി ആക്രമണമായാലും ഇതിനെല്ലാം പിന്നിൽ ഇറാനാണ് എന്ന് വളരെ വർഷങ്ങളായി കൺസിസ്റ്റൻ്റായിട്ട് ഈ രാജ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെയാണ് ഇറാൻ ആക്രമിക്കപ്പെടുന്നത്, ഇസ്രായേൽ കൊണ്ട് ആക്രമിക്കപ്പെടുന്നത്. പക്ഷേ അമേരിക്ക ഇതിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇതറിയില്ല, ഞങ്ങളോട് ചോദിച്ചിട്ടല്ല, ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ ഇപ്പോൾ ആദ്യത്തെ പ്രാഥമിക പ്രതികരണങ്ങളിൽ നമുക്ക് കാണാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് അറിയാം, ഒരു ഭാഗത്ത് ഇത്രയും അധികം ആളുകളെ, കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയൊരു ജനാവലിയെ കൊന്നു തള്ളിയ ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താണ്? സ്വാഭാവികമായും എത്രയോ ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്ന പല നാടുകളിലുള്ള ആളുകൾ, അതാത് നാടുകളിലെ പൗരന്മാർ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളിലെ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖല മൊത്തത്തിൽ സംഘർഷത്തിലേക്ക്, പഴയ നമ്മളിപ്പം ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിൻ്റെയോ ഒക്കെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു അങ്ങേയറ്റം ഭയം ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് ഇറാനെയാണ് എന്നുള്ളതാണ്. ഇറാൻ ഇവർ വിചാരിക്കുന്നത് പോലെ സാധാരണ നിലയിൽ പെട്ടെന്ന് ഇവർക്കൊന്നും കീഴ്പ്പെടുന്ന ഒരു രാജ്യമല്ല. ഇറാൻ ആ മേഖലയിൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി തങ്ങളുടെ ആശയപരമായ ഷിയ ഇസ്ലാമിൻ്റെ ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള പലതരം നീക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രദേശങ്ങളിൽ എവിടെ, ഇപ്പോൾ ബഹ്റൈനിൽ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള കലാപത്തിന് പിറകിൽ ഇറാനായിരുന്നു എന്ന് ബഹ്റൈൻ ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിയ സാന്നിധ്യമുള്ള ഈ മേഖലയിലെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന കലാപങ്ങൾ, റിവോൾട്ടുകളുടെ എല്ലാം പിറകിൽ ഇറാനാണ് എന്ന് പറഞ്ഞ് ഇറാനെ ഞാൻ നേരത്തെ പറഞ്ഞ ആക്സസ് ഓഫ് ഈവിൾ എന്ന് പറയുന്ന ഒന്നായി നിലനിർത്തിയ സമയത്ത് ഇറാൻ ആക്രമിക്കപ്പെടുകയാണ്. ഇറാനെ ആക്രമിച്ചത് ഇസ്രായേലാണ്. ഇന്ന് നമുക്ക് അറിയാവുന്നതുപോലെ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെയും ഇസ്രായേലുമായൊരു സൗഹൃദം, പഴയതിൽ നിന്ന് വിഭിന്നമായി സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ 1.25 കൊല്ലമായിട്ട് ഈ വലിയ തോതിലുള്ള വംശീയ നരമേധം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇറാൻ ആക്രമിക്കപ്പെട്ടതോടുകൂടി ഇറാൻ തിരിച്ചടിക്കും. ഇറാൻ എങ്ങനെയായിരിക്കും തിരിച്ചടിക്കുക എന്ന് പറയാൻ കഴിയാത്ത അവരുടെ ഗ്രാവിറ്റി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് പലർക്കും അറിഞ്ഞുകൂടാ. കാരണം ഈ രാജ്യങ്ങളെല്ലാം ആരോപിച്ചിട്ടുള്ള അട്ടിമറി പ്രവർത്തനങ്ങളെന്നോ കലാപങ്ങളെന്നോ മറ്റു തരം ആക്രമണങ്ങൾ, അതായത് ഇറാൻ സഹായിച്ച് നടന്നു എന്ന് പറയുന്ന ആ മേഖലയിൽ നടന്നതായി ഈ രാജ്യങ്ങൾ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന സംഭവങ്ങളുടെ ആകത്തുക നോക്കുകയാണെങ്കിൽ അത് ഒരു ചെറിയ ആഘാതമല്ല ഈ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്രായേലിന് നേരെ ഇറാൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള, തീർച്ചയായിട്ടും അവരുടെ ഇത്രയും കാലത്തെ ഒരു സ്വഭാവവും അവരുടെ രാഷ്ട്രീയ രീതികളും എല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും.
ആ തിരിച്ചടി എന്ന് നമുക്കിപ്പോൾ ഊഹിക്കാം. ആ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രദേശത്ത് ഇതെങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുകയാണ്. കാരണം ഇതെല്ലാം ഒരു അതിർത്തി രാജ്യങ്ങളായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലുമായി നമ്മുടെ എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും അതിർത്തിയുണ്ട്, മിക്ക ഗൾഫ് രാജ്യങ്ങൾക്കും അതിർത്തിയുണ്ട്. സൗദിക്കൊക്കെ വളരെ കൃത്യമായ അതിർത്തി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു മിസൈൽ റഡാറിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് ഇസ്രായേൽ തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതേ മനസ്സിലാക്കൽ ഇറാന് കൂടി ഉണ്ടായാൽ, അത്തരത്തിലൊരു തിരിച്ചടി സംഭവിച്ചാൽ, ഇനി അതുമല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റിക്ക് നേരെ ഇറാൻ്റെ ആണവ ആയുധ ശേഖരങ്ങൾക്ക് നേരെ, ആണവ നിലയങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ എന്ത് തരം യുദ്ധത്തിലേക്കായിരിക്കും ഈ ലോകം പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്രായേലുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ ഇത്രയും എല്ലാ നിലയിലും ന്യായവും നീതിയുമെല്ലാം കിട്ടേണ്ടത് പലസ്തീനികൾക്കാണ് എന്നത് ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള തർക്കങ്ങൾ സൃഷ്ടിച്ച്, ഡിബേറ്റ് സൃഷ്ടിച്ച് ഇത് ഇസ്രായേലിൻ്റെ മണ്ണാണ് എന്നൊക്കെ പറയുന്ന തരത്തിൽ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ദീർഘമായി എഡ്വേർഡ് സെയ്ദ് മുതൽ ഇങ്ങോട്ടുള്ള വലിയ ചിന്തകർ, ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകർ ഇതിനെക്കുറിച്ച് പഠിച്ചെഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എല്ലാ നിലയ്ക്കും ന്യായം കിട്ടേണ്ട, എല്ലാ നിലക്കും നീതി ലഭിക്കേണ്ട പലസ്തീനികൾക്ക് ഒന്നും കൊടുക്കാതെ അവരെ മുഴുവൻ കൊന്നുതള്ളി ഗാസ എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു വിജന പ്രദേശമാക്കി മാറ്റിയെടുത്ത്, ട്രംപിൻ്റെ ഭാഷയിൽ നാളെ ഞങ്ങളവിടെ ടൂറിസ്റ്റ് കോട്ടേജുകൾ പണിയും എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാജ്യം എന്ന് തന്നെ വിളിക്കേണ്ട ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന നീക്കത്തിൽ ഇറാൻ്റെ ഒരു ഭൂതകാലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേലിന് വലിയ വില കൊടുക്കേണ്ടി വന്നേക്കും. ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും പുതുതായി ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ്? പലസ്തീനികളുടെ ഗാസയിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഗാസയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഈജിപ്റ്റ് അതിർത്തിയിലേക്ക് ഈ ആളുകളെ പുഷ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. തള്ളി കൊണ്ടുപോയി അവിടെ നിർത്തുകയാണ്. അപ്പം ഇവർ സ്വാഭാവികമായും ഈജിപ്ത് അനുവദിച്ചില്ലെങ്കിൽ പോലും ഈ അതിർത്തി പൊളിച്ച് അപ്പുറത്തേക്ക് കടക്കുകയും ഇവർ സിനായിലേക്ക് പോവുകയും ചെയ്യും എന്ന ഒരു സങ്കല്പത്തിലാണ്, അല്ലെങ്കിൽ എന്നൊരു ആശയത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഏറ്റവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നീക്കങ്ങൾ മുഴുവൻ, കുട്ടികളെ കൊന്ന്, ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളെ കൊന്ന്, ആശുപത്രികൾ മുഴുവൻ നശിപ്പിച്ച്, ഇങ്ങനെ ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു രാജ്യമായി ഇസ്രായേൽ മാറിക്കഴിഞ്ഞു. അതിൽ യാതൊരു തർക്കവുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അതിനകത്ത് യാതൊരു തർക്കവും, എന്തെങ്കിലും ഒരു സംശയം പോലും എന്നെ സംബന്ധിച്ചില്ല. കാരണം അത്രയും ഭീകരമായ ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ പല കാര്യങ്ങൾ അവർ ചെയ്യുകയാണ്. മറ്റൊന്ന് അവർ ചെയ്തത്, ഈ അടുത്ത കാലത്ത് അവിടെ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട്സിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, ISISലെ ആളുകളെ ഹയർ ചെയ്തിട്ട് അറബി ഭാഷ സംസാരിക്കാൻ കഴിവുള്ള ISISലെ ആളുകളെ ഹയർ ചെയ്ത് ഗാസയിൽ കൊണ്ടുവന്നിട്ട് അറബി സംസാരിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ വംശഹത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ISISനെ പോലും ഇസ്രായേൽ ഹയർ ചെയ്തതായിട്ട് വരെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇത്രയും ഭീകരമായ ഇത്രയും ആളുകളെ കൊന്നു. ഞാനും ഇപ്പോൾ നമ്മളെല്ലാവരും ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 60,000 ആളുകളുടെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. അവർ ജീവിതം തന്നെ ആരംഭിച്ചിട്ടില്ലാത്ത, എന്താണ് ഈ ലോകമെന്ന് അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങളെപ്പോലും ചോപ്പ് ചെയ്ത് കളയുന്ന, ചെത്തി ആ തരത്തിൽ അത്രയും മൃഗീയമായിട്ട് കൊല്ലുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പലസ്തീൻ്റെ അയൽപ്പക്ക രാജ്യങ്ങളെല്ലാം പുലർത്തിയ ഒരു മൗനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സെപ്ഷൻ എന്ന് നമുക്ക് പറയാവുന്നത് ഖത്തറിൻ്റെ മാത്രം കാര്യമാണ്. ഖത്തറും വാസ്തവത്തിൽ പ്രതീകാത്മകമായ ഒരു ഇടപെടൽ മാത്രമാണ് നടത്തിയത്. ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേലിനെ പോലെ ഒരു രാജ്യവുമായി
ഒരു ചർച്ച നടത്താനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു നേതാവ് പോലും ഇന്നത്തെ അറബ് ലോകത്ത് ഇല്ലാതായിരിക്കുന്നു. അത്രയും ശൂന്യതയിലേക്ക് ആ ജനത ഏകാധിപത്യത്തിൻ്റെയും രാജാധിപത്യത്തിൻ്റെയും ഈ ചരിത്രത്തിലൂടെ കടന്നു വന്ന് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന, ഒരു നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ്, ഇപ്പോൾ പലസ്തീനിൽ ഒരു കാലത്ത് യാസർ അറഫാത്തിനെ പോലെ ഒരു നേതാവ് ഉണ്ടായിരുന്നതുപോലെ, ഈജിപ്തിൽ നാസറിനെ പോലെ ഒരു നേതാവ് ഉണ്ടായിരുന്നതുപോലെ, അതിൽ പലർക്കും അതിനോടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം ഈ പറയുന്ന ആളുകളെക്കുറിച്ച്. പക്ഷേ ഇത്തരത്തിൽ സ്വന്തം ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവും ഈ പറയുന്ന രാജഭരണകൂടങ്ങൾ ഒക്കെ നയിക്കുന്ന ആളുകൾക്കിടയിലില്ല, ഒരു നെഗോഷിയേറ്റർ ഇല്ല എന്നൊരവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇസ്രായേൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തങ്ങളെ എത്രത്തോളം അഗ്രസീവ് ആകുന്നു, തങ്ങൾ എത്രത്തോളം ആളുകളെ കൊന്നൊടുക്കുന്നു, തങ്ങൾ എത്രത്തോളം അതിർത്തികളിലേക്ക് ഈ ആളുകളെ, അഭയാർത്ഥികളെ പുഷ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഇസ്രായേൽ എന്ന രാജ്യം ഗ്രേറ്റർ ഇസ്രായേലായി മാറുകയാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. കാരണം അവരിപ്പോൾ ഗാസ പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് പഴയ ഒരു സങ്കല്പത്തിലല്ല. 2008 2018 ഗാസയിൽ ഇൻകർഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് ഗാസയിൽ ഉണ്ടായിട്ടുള്ള ഇൻകർഷൻ പോലെ കുറച്ച് പേരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയല്ല ഇക്കുറി ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു. ഇസ്രായേൽ സമ്പൂർണ്ണമായി ഗാസയിലെ മുഴുവൻ പലസ്തീനികളെയും കൊന്നൊടുക്കി ആ സ്ഥലം തങ്ങളുടെ സ്വന്തം സ്ഥലമാക്കുകയും അങ്ങനെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സിനായിലേക്കും അത് കഴിഞ്ഞിട്ടുള്ള കടൽപാതയിലേക്കും നീണ്ടു കിടക്കുന്ന ഒരു ഇസ്രായേൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന ഒരുപക്ഷെ നമ്മൾ ഇവിടെ കേരളത്തിൽ പല ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകളെ അവർ ഈജിപ്തിൻ്റെ അതിർത്തിയിലേക്ക് തള്ളി അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. അവിടെ മാത്രം ആ അതിർത്തി പ്രദേശത്ത് ആക്രമണം പരമാവധി കുറച്ച് അതൊരു സേഫ് സോണാണെന്ന് പലസ്തീനികളെ കൊണ്ട് തോന്നിപ്പിച്ച് അവരെ ആ അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തി അവിടെ നിന്ന് ഈ അതിർത്തി പൊട്ടിച്ച് അവർ സ്വയം ഈജിപ്തിലേക്ക് പോയിക്കോളും, അങ്ങനെ ഈ സ്ഥലം സമ്പൂർണ്ണമായി തങ്ങൾക്ക് കിട്ടും എന്ന ഒരു ആശയത്തിലാണ് ഇസ്രായേൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേൽ നോക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട പലസ്തീനി ജനതയുടെ കൂടെ നിൽക്കാൻ ആരുമില്ല, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. യൂറോപ്പിൻ്റെ തെരുവിൽ, ലോകത്തിൻ്റെ മറ്റ് പല തെരുവുകളിലും പ്രകടനങ്ങൾ നടന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പ്രകടനങ്ങളൊന്നും തന്നെ ഒരു വലിയ ഒരു ആശയ ലോകത്തെ അല്ലെങ്കിൽ ഈ ജനതയുടെ മുഴുവൻ അങ്ങനെ ഈ പ്രകടനങ്ങളിലും സമരങ്ങളിലും പ്രതിഷേധ യോഗങ്ങളിലും ഒക്കെ പങ്കെടുത്ത മനുഷ്യരെ വിലക്കെടുത്തുകൊണ്ട് അവർ പറയുന്ന അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ പല ആളുകളുടെയും സമരങ്ങൾ നമ്മൾ കാണുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ മറുവശത്ത് പലസ്തീൻ ജനത പൊരുതി നിൽക്കുകയാണ് എന്ന് ആവർത്തിക്കുകയും ചെയ്യുകയാണ് മറ്റൊരു വിഭാഗം ആളുകൾ ചെയ്യുന്നത്. ഈ പൊരുതി നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ കൊല്ലപ്പെട്ട മനുഷ്യർ ഒരു തരത്തിൽ ഇവർ ആയുധം ഉപയോഗിച്ച് കൊന്ന മനുഷ്യർ, പട്ടിണി കിടന്ന് മരിക്കുന്ന മനുഷ്യർ, ശുദ്ധമായ കുടിവെള്ളമില്ലാത്തതിൻ്റെ പേരിൽ മലേറിയ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വന്ന് കൊല്ലപ്പെടുന്നു, ഇവരൊക്കെ ശരിക്കും കൊല്ലപ്പെടുകയാണ്. ഇപ്പോൾ മലേറിയ വന്ന് മരിച്ചു എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഇസ്രായേലി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാതെ, വൈദ്യുതിയില്ല. ഇപ്പം ഇന്നലത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ എവിടെയും വൈദ്യുതിയില്ല. ഡോക്ടർമാർക്ക് അവരുടെ ആശുപത്രിയിലെത്തിയ രോഗികളെ ചികിത്സിക്കാൻ പോലും സാധിക്കുന്നില്ല. പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ഇൻക്യുബേറ്റർ ഇല്ല. അപ്പം ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയാൽ പോലും, അതായത് ലോകത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ നാസത്തെക്കുറിച്ചും ഫാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതിനേക്കാളും ഒക്കെ എത്രയോ ഇരട്ടി ഉള്ള മാനുഷികതയിൽ, മനുഷ്യത്വത്തിൽ ആഘാതം ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. പിന്നെ സ്വാഭാവികമായ അമേരിക്ക പോലെയുള്ള, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രംപ് ഭരണകൂടത്തിൻ്റെയൊക്കെ പല നിലപാടുകൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇസ്രായേൽ ധരിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം, അതുകൊണ്ട് പലസ്തീനെ സഹായിച്ചു, ഹമാസിനെ ഒരു ഘട്ടത്തിലെങ്കിലും ഹമാസിനെ സഹായിച്ചു. നേരത്തെ ലെബനോനിലൊക്കെ ഹിസ്ബുള്ളയെ സഹായിച്ചത് ഇസ്രായേലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കണ്ടെത്തലുകളുണ്ട്. അതുപോലെ ഹമാസിനെയും ഈ ഇറാൻ സഹായിച്ചിട്ടുണ്ട്, ഇറാൻ്റെ പിന്തുണ അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഇറാനാണ് അവർക്ക് ആയുധം കൊടുത്തത്. ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇറാൻ ഇസ്രായേലിൻ്റെ ആണവ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തു എന്നതാണ് ഇപ്പോൾ ഈ ആരോപണം. അതായത്
ഇറാഖിൻ്റെ കയ്യിൽ സംഹാരാത്മകമായ ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അമേരിക്കയും UK-യും അധിനിവേശം നടത്തി ഇറാഖ് എന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കിയ ഒരു ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിന് സമാനമായ ഒരു അന്തരീക്ഷം ഇറാനിൽ ഉണ്ടാക്കുക എന്ന ഒരു രീതിയിലാണ് വാസ്തവത്തിൽ ഈ നീക്കം ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ നീക്കം അവർ വിചാരിക്കുന്നത് പോലെ ലളിതമായിരിക്കില്ല. അതായത് ഇറാൻ ഇതിന് കീഴടങ്ങി അല്ലെങ്കിൽ അവരെ ശരിക്കും തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും എന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള അണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വിനാശകരമായ ആയുധങ്ങൾ ഉപയോഗിച്ച് തങ്ങൾക്കതിന് കഴിയുമെന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, നമുക്ക് ആ രാജ്യത്തിൻ്റെ മതാധികാരത്തെക്കുറിച്ച് ഒക്കെ പല വിരുദ്ധവും വ്യത്യസ്തവുമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ സുന്നികളെ സംബന്ധിച്ച് ഷിയ ഇസ്ലാമിന് വലിയ ആധിപത്യമുള്ള, അവർ ഭരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചൊക്കെ പല അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഇതിനെയൊക്കെ എല്ലാ കാലത്തും, അതായത് അതിദീർഘമായ അമേരിക്കൻ ഉപരോധത്തെ പോലും എങ്ങനെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം മറികടന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇസ്രായേൽ ബോംബ് ചെയ്തു. ഇസ്രായേൽ ഒരു വലിയ വൻശക്തിയാണ്. ഇസ്രായേലിന് ലോകത്ത് മറ്റ് പല ശക്തികളുമായിട്ടും ഒക്കെ, അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ കിട്ടും, അതുകൊണ്ട് ഭയന്ന് പിന്മാറാം എന്ന് ഇറാൻ കരുതില്ല. അതാണ് ഇറാൻ്റെ കാര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. അത് ഇസ്രായേൽ വീണ്ടും വിധം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മനുഷ്യർ വളരെ കൂടുതൽ ഭയപ്പാടോടുകൂടി, കാരണം അപ്പുറത്ത് നിരാശ്രയരും നിസ്സഹായരുമായി നിൽക്കുന്ന പലസ്തീനികളെ ഇല്ലാതാക്കിയ അതേ മട്ടിൽ ഇറാനികളെ ഇല്ലാതാക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് ഉള്ള ഒരു പോക്കാണ് നമ്മളിവിടെ കാണുന്നത്. വാസ്തവത്തിൽ ഈ ഇറാന് നേരെയുള്ള ഇത്തരത്തിലുള്ളൊരു ആക്രമണത്തെ ഗൾഫ് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കും. ഏറ്റവും ചുരുങ്ങിയത് പുറത്തേക്ക് പറയുന്നില്ലെങ്കിലും ഉള്ളിൽ പിന്തുണയ്ക്കുമെന്ന തോന്നൽ ഇസ്രായേലിന് ഈ സമയത്ത് ഇസ്രായേലിന് തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് നിന്നുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ, ആദ്യത്തെ ഈ സംഭവത്തിൻ്റെ ആദ്യ ആക്രമണം ബോംബിങ് നടന്നതിന് തൊട്ടു പിറകെ അറബ് ഗൾഫ് ലോകത്ത് നിന്ന് വന്നിട്ടുള്ള അതാത് രാജ്യങ്ങളുടെ പ്രതികരണം, ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ ഇറാനെതിരാണെങ്കിലും ഈ ആക്രമണത്തിൽ ഞങ്ങളുടെ നിലപാട് മറ്റൊന്നാണ് എന്ന് കാണിക്കുന്നതാണ്. അതായത് ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞ് ഇറാൻ്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നാം സാങ്കേതികമായി മിഡിൽ ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. അതിനെക്കുറിച്ച് ഇതുപോലെ അത് മിഡിൽ ഈസ്റ്റ് അല്ല എന്നൊക്കെ പറയുന്ന പല പ്രയോഗങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറി മനസ്സിലാക്കാനാണ് ഞാൻ ഈ മിഡിൽ ഈസ്റ്റ് എന്ന പദം ഉപയോഗിക്കുന്നത്. ആ മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ വീണ്ടും ഒരു തരം ഒരു മൂന്നാം ലോക യുദ്ധം എന്ന് നമ്മൾ വിളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് പോകും. അത് ഇസ്രായേൽ മാത്രമായിരിക്കില്ല, ഇറാൻ മാത്രമായിരിക്കില്ല, പലസ്തീനികൾ മാത്രമായിരിക്കില്ല, മറ്റ് എല്ലാ അയൽപക്ക രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരവസ്ഥയാണ്. നേരത്തെ അമീർ താഹിരി എന്ന് പറയുന്ന ഒരു ഇറാൻ വിമതൻ, അദ്ദേഹം വലിയ എഴുത്തുകാരനും പത്രപ്രവർത്തകനായിരുന്നു. 2006 അദ്ദേഹത്തെ നേരിൽ സൗദിയിൽ ജിദ്ദയിൽ വെച്ചിട്ട്, ഞാൻ അവിടെ ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തെ നേരിൽ കാണാനും സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നു. അന്ന് അമീർ താഹിരി, അദ്ദേഹം ഒരു ഇറാൻ വിമതനാണ്. ഇറാൻ സർക്കാരുമായി ഏറ്റുമുട്ടി അവിടെ നിൽക്കാൻ കഴിയാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം UK-യിൽ എവിടെ ജീവിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അന്ന് ഞാനൊക്കെ ജോലി ചെയ്യുന്ന ആ പത്രത്തിലെ ഇംഗ്ലീഷ് പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് അദ്ദേഹം വന്നതായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ജോലി തുടർന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിട്ടിട്ട് പോയി. അന്ന് അമീർ താഹിരി സംസാരിച്ച ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. അമീർ താഹിരി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പലസ്തീൻ്റെ അയൽപ്പക്ക രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഗൾഫ് അറബ് രാജ്യങ്ങൾ ചെയ്യുന്നത്, തങ്ങളുടെ നാട്ടിൽ വരാനിടയുള്ള കലാപങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരത്തിൽ മാറ്റം വേണം, ഇവിടുത്തെ ഭരണാധികാരി മാറണം തുടങ്ങിയ തരത്തിൽ വരാനിടയുള്ള എല്ലാതരം പ്രക്ഷോഭങ്ങളെയും ഇല്ലാതാക്കാൻ എല്ലാ കാലത്തും നിങ്ങൾ പലസ്തീനിലേക്ക് നോക്കൂ. നമ്മളുടെ പാവപ്പെട്ട പലസ്തീനിലെ
സഹോദരങ്ങളെ കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ഇവിടെ നമുക്കൊരു പ്രശ്നമില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയാനുള്ളൊരു സ്ഥലമായി പലസ്തീനെ എന്നും നിലനിർത്തുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നൊരു ആരോപണം അമീർ താഹിരി ആ കാലത്ത് ഉന്നയിച്ചിരുന്നു. അത് അമീർ താഹിരിയുടെ ഒരു ഇറാൻ വിമതൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതിൽ ശരിതെറ്റുകൾ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പലസ്തീൻ പ്രശ്നത്തിൽ പലസ്തീൻ്റെ തൊട്ടയൽവക്ക രാജ്യങ്ങൾ എടുക്കുന്ന സമീപനങ്ങൾ, അവർ ചിലപ്പോൾ രോഗികൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടാകും, കുറച്ച് രോഗികളെ എയർലിഫ്റ്റ് ചെയ്ത് അതാത് രാജ്യങ്ങളിലേക്ക് കൊടുക്കുക, ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായ ആശയപരമായ ഒരു രാജ്യതന്ത്രത്തിൻ്റേതായ ഒരു ആശയലോകം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഡിബേറ്റ് എന്തുകൊണ്ടാണ് പലസ്തീനിൽ സംഭവിക്കാതെ പോയത് എന്ന് ആലോചിക്കുമ്പോൾ അമീർ താഹിരിയെ പോലെയുള്ള ഈ അമീർ താഹിരി എന്ന ഇറാൻ വിമതനൊക്കെ പറഞ്ഞ ആശയം അല്പം പ്രസക്തമാണോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇന്ന് അമീർ താഹിരി തന്നെ എന്തായിരിക്കും ഇറാന് നേരെ നടക്കുന്ന ആക്രമണത്തോട് അദ്ദേഹം എന്തായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്ക് അറിഞ്ഞൂടെ. ഞാൻ അമീർ താഹിരി എന്ന് പറയുന്നൊരു പേരാണ്, അമീർ താഹിരിയെ പോലെ ഉള്ളവർ, കാരണം അദ്ദേഹം ഇന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൂടാ. ആ കാലത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ എനിക്ക് ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മൾ കാണുകയാണ്. ഇസ്രായേലിൻ്റെ ഒരു ഭാഗത്ത് ഇസ്രായേൽ ഈ തീർത്തും നിസ്സഹായരായ, കാര്യമായി ആരും പിന്തുണക്കാനില്ലാത്ത പലസ്തീനി ജനതയെ അവരുടെ ചോരയിൽ ശരിക്കുള്ള ഒരു ബ്ലഡ് ബാത്താണ് ഈ നടന്നിട്ടുള്ളത്. രക്തസ്നാനം എന്ന് പറയുന്നത് മനുഷ്യരക്തത്തിലുള്ള കുളിയാണ്. അതിൽ കുളിച്ച് കയറുക, ആ കുളിച്ച് കയറിയിട്ട് അത് മതിയാകാതെ വീണ്ടും 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 കുളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭീകര രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഇപ്പോൾ ഇറാന് നേരെ ആക്രമണം നടത്തുന്നതും ഇതേ സങ്കല്പത്തോടു കൂടിയാണ്. അതും ഇറാനും ഒരു നിസ്സഹായ ജനതയാണ്, അവരെയും ഇല്ലാതാക്കാൻ കഴിയും എന്ന ധാരണയിലാണ്. അത് വരും ദിവസങ്ങളിലായിരിക്കും നമ്മളത് അറിയുക. എന്തായാലും ഈ പ്രദേശം ഇന്ന് വലിയ തോതിലുള്ള ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്കും സംഘർഷത്തിൻ്റെയും ഭീതിയുടെയും അവസ്ഥയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 2008 ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഇതേപോലെ നടന്ന ഒരു ഘട്ടത്തിൽ ഒരു ജൂത എഴുത്തുകാരൻ, ഒരു ഇസ്രായേലി എഴുത്തുകാരൻ ഹീബ്രു ഭാഷയിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ക്യാപ്റ്റീവ് എന്നാണ് ആ കഥയുടെ പേര്. ആ എഴുത്തുകാരൻ്റെ പേര് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. അത് 2008 ഇസ്രായേൽ സൈനികർ ഗാസയിൽ ആക്രമണം നടത്തിയ ശേഷം ഒരു ചെവി കേൾക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, അയാൾ മാത്രം ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുകയാണ്. അയാൾ വളർത്തുന്ന ഒരു മത്സ്യമാണ് ഉള്ളത്. അപ്പോൾ അയാളെ ഈ പട്ടാളക്കാർ വന്ന് അടിച്ച് അവശനാക്കി മൃതപ്രായനാക്കുകയാണ്. അപ്പോൾ അയാൾ പറയാണ്, എൻ്റെ ഈ മത്സ്യത്തിനെ നിങ്ങൾ നോക്കണം, അതിന് കൊടുക്കാനുള്ള വെള്ളം പോലും എൻ്റെ കയ്യിലില്ല, അതിന് ശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ പട്ടാളക്കാരൻ ഞാനിതിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഈ ഭരണിയുമായിട്ട് അയാൾ ടെലവീവിലേക്ക് പോകുന്നതാണ് കഥ. അപ്പോൾ ടെലവീവിൽ ഈ എല്ലാ ദിവസവും ഈ ഭരണിയിലുള്ള ഈ ഒരു ചെറിയ അക്വേറിയം പോലെയുള്ള ഒരു സംവിധാനത്തിൽ ഈ മത്സ്യത്തെ കാണുമ്പോൾ ഈ പട്ടാളക്കാരൻ ഈ ചെവി കേൾക്കാൻ പറ്റാത്ത ആ മനുഷ്യനെക്കുറിച്ച്, അവിടെ ഇവർ നടത്തിയ നരനായാട്ടിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷം ഈ ചെവി കേൾക്കാൻ കഴിയാത്ത ആളോട് അയാളുടെ ചില അയൽവാസികൾ തിരിച്ച് വന്ന് ഈ യുദ്ധത്തിന് ശേഷമൊക്കെ തിരിച്ചു വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിങ്ങളുടെ മീൻ എവിടെ, മത്സ്യം എവിടെ, നിങ്ങൾ വളർത്തിയുന്ന മത്സ്യം എവിടെ, അതിവിടെ ഉണ്ടോ, ചത്തുപോയോ? അപ്പോൾ ഇയാൾ പറയുന്നില്ല, ചത്തുപോയില്ല, അതിങ്ങനെ ഇസ്രായേലി സൈനികർ കൊണ്ടുപോയതാണ്, അവർ മൃഗങ്ങളെ നന്നായി നോക്കും എന്ന് പറയുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ മനുഷ്യരെ നോക്കാനേ തയ്യാറല്ലാത്ത, മനുഷ്യരെ മനസ്സിലാക്കാനേ കഴിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ എന്ന ഈ ഭീകര രാഷ്ട്രം ഇപ്പോൾ ഇറാനിൽ നടത്തിയിട്ടുള്ള, ഇറാനുമായി പലതരത്തിലുള്ള ആശയപരമായ തലത്തിൽ തന്നെ നമുക്ക് പലർക്കും പല അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. അവിടുത്തെ വലിയ ഖാംനയിമാരൊക്കെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ഫത്വകളെക്കുറിച്ചൊക്കെ നമ്മൾ ലോകം ചർച്ച ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇറാനി ജനതയുടെ ഒരു രാഷ്ട്രീയ അഭിലാഷം, അവരുടെ രാഷ്ട്രീയ ഇച്ഛ, ആ രാജ്യത്തെ രക്ഷിക്കാൻ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങൾ നീണ്ട അമേരിക്കൻ ഉപരോധത്തെ പോലും മറികടക്കാൻ ഇറാനിലെ ജനതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ നീക്കത്തിന് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി
അത് ഇസ്രായേലിൽ ഒരുപക്ഷെ അത് ഇസ്രായേലിൽ അവസാനിക്കില്ല. നാം പറയുന്ന ലോകക്രമത്തിലേക്ക് തന്നെ വരുന്ന ഒരു തിരിച്ചടിയായി അത് വളരാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.